CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളം സ്റ്റേഷനിലെ പോലീസുകാർ സഞ്ചരിച്ച ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. ആർത്താറ്റ് ശിവക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന മടത്തിപ്പറമ്പിൽ ജനാർദ്ദന പ്രഭുവിന്റെ ഭാര്യ 54 വയസ്സുള്ള ശ്രീദേവിയാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിയോടെ ആർത്താറ്റ് പള്ളിക്ക് സമീപമായിരുന്നു അപകടം. ഗുരുവായൂർ ദേവസ്വം പാഞ്ചജന്യം അനക്സ് റെസ്റ്റ് ഹൌസ് ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ ദേവസ്വം മന്ത്രി VN വാസവൻ നാടിന് സമർപ്പിച്ചു. ഭക്തർക്ക് സമയബന്ധിതമായി ദർശനം നടത്തി മടങ്ങാൻ കഴിയുന്ന സാഹചര്യമുണ്ടാകണമെന്ന് മന്ത്രി. ശക്തമായ കാറ്റിലും മഴയിലും പഴുന്നാനയിൽ ഇരുനില കെട്ടിടം തകർന്നു വീണു. പഴുന്നാന സ്കൂളിനു സമീപം സാധു സംരക്ഷണ സമിതി ട്രസ്റ്റിന് കീഴിലുള്ള ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കെട്ടിടമാണ് ഞായറാഴ്ച പുലർച്ചെ നിലംപൊത്തിയത്. കരിയന്നൂരിൽ വീട് തകർന്നു. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ കരിയന്നൂർ പുറവങ്ങാട്ടിൽ ധനലക്ഷ്മിയുടെ വീടാണ് ഞായറാഴ്ച പുലർച്ചെ തകർന്നത്. ഒറ്റയ്ക്കു താമസിക്കുന്ന ധനലക്ഷ്മി രാത്രി ഉറങ്ങാനായി അയൽവീട്ടിൽ പോകാറുള്ളതിനാൽ ആളപായമൊഴിവായി. അക്കിക്കാവിൽ പെട്രോൾ പമ്പിന് സമീപം കാർ ഡിവൈഡറിൽ ഇടിച്ചുകയറിയ അപകടം. ആർക്കും പരിക്കില്ല. കാർ പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് നീക്കി. കൂറ്റനാട് വാവന്നൂർ അഷ്ടാംഗം ആയുർവേദ കോളേജിൽ നിളയുടെ നാട്ടുവഴികളെന്ന തലക്കെട്ടിൽ സംവാദ പരമ്പരയ്ക്ക് തുടക്കമായി. കൂറ്റനാട് വാവന്നൂർ സിമാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനി ട്രെയിൻ തട്ടി മരിച്ചു. മലപ്പുറം വള്ളിക്കുന്ന് ആനയറങ്ങാടി ഒഴുകിൽ തട്ടയൂർമന രാജേഷ് നമ്പൂതിരിയുടെ മകൾ 20 വയസ്സുള്ള സൂര്യയാണ് മരിച്ചത്. ചാവക്കാട് നഗരസഭയുടെ ആയുഷ് ആയുർവേദ പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ നേതൃത്വത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. പൊന്നിയൂർക്കുളം കുന്നത്തൂർ സ്മരണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പ്രതിമാസ ചർച്ച നടത്തി. സ്ത്രീകളും നിയമങ്ങളും എന്ന വിഷയത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് വുമൺ സ്റ്റഡീസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ KP തസ്നിയ മുഖ്യപ്രഭാഷണം നടത്തി. ലഹരിക്കെതിരെയുള്ള സന്ദേശവുമായി ദൃശ്യ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചന മത്സരം നടത്തി. ആർക്കിടെക്ചർ കോഴ്സുകൾക്കായുള്ള കീം പരീക്ഷയിൽ 3ാം റാങ്ക് നേടിയ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന ഐലൻ സി ഷൈനിനെ സ്കൂൾ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. മരത്തംകോട് മേരിമാത ദേവാലയത്തിൽ പീറ്റർ ജൂലിയൻ എയ്മാർഡിന്റെ ഊട്ടുതിരുനാളിനെ കൊടിയേറി. മാസങ്ങളായി പാൽ അളന്ന പണം ലഭിക്കാത്തതിൽ ക്ഷീരകർഷകർ എരുമപ്പെട്ടി പഞ്ചായത്ത് ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിന് മുന്നിൽ പാൽ ഒഴിച്ചുകളഞ്ഞ് പ്രതിഷേധിച്ചു. BMS ഗുരുവായൂർ മേഖല ടെമ്പോ ടാക്സി തൊഴിലാളികളുടെ കുടുംബസംഗമം തൃശൂർ ജില്ലാ സെക്രട്ടറി സേതു തിരുവങ്കിടം ഉദ്ഘാടനം ചെയ്തു. നല്ല ജീവന പ്രസ്ഥാനമായ ജീവ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ പുഴ സംരക്ഷണത്തിന്റെ ഭാഗമായി കനോലി കനാൽ ജലയാത്ര സംഘടിപ്പിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വഴിപാടായി ലഭിച്ച മൃതസംസ്കാരത്തിന് ഉപയോഗിക്കുന്ന നൂതന സംവിധാനങ്ങളുടെ വെഞ്ചരിപ്പ് തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി നിർവഹിച്ചു. സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഒരുക്കി വിദ്യാലയത്തിന്റെ വേറിട്ട സിൽവർ ജൂബിലി ആഘോഷം. കാക്കശ്ശേരി വിദ്യാവിഹാർ സെൻട്രൽ സ്കൂളിലാണ് സിൽവർ ജൂബിലിയുടെ ഭാഗമായി വിദ്യാർത്ഥികളും അധ്യാപക രക്ഷാകർതൃ സംഘടനയും ചേർന്ന് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ഓഗസ്റ്റ് 1 മുതൽ 15 വരെ നടക്കുന്ന 15 നോമ്പിനും ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിനും കൊടിയേറി. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വരവറിയിച്ച് ക്ഷേത്രങ്ങളിൽ ഇല്ലം നിറയെ ആഘോഷങ്ങൾ നടന്നു. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായുള്ള അനുബന്ധ ചടങ്ങുകളും ഉണ്ടായിരുന്നു. കാണിപ്പയ്യൂർ ശ്രീ ഇടവന ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസത്തിനോടനുബന്ധിച്ച് മൃത്യുഞ്ജയ ഹോമവും ആനയൂട്ടും നടത്തി. CPM എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത പച്ചക്കറി കൃഷിയുടെ നടീലുത്സവം നടത്തി. പൈതൃകം ഗുരുവായൂർ സൈനിക സേവാ സമിതിയുടെ നേതൃത്വത്തിൽ കാർഗിൽ വിജയ് ദിവസ് ആഘോഷിച്ചു. വൈദ്യുതി ബില്ലിൽ അധിക ചാർജ് ഈടാക്കിയെന്നാരോപിച്ച് SDPI പ്രവർത്തകർ പൊന്നിയൂർക്കുളം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.